വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒരു പവർഫുൾ അഫർമേഷൻ മെത്തേഡാണ്. ലോ ഓഫ് അട്രാക്ഷൻ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു മെത്തേഡ് ആർക്കൊക്കെ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, വൺ സൈഡ് ലവേഴ്സ്, ബ്രേക്കപ്പ് ആയവർക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. ഈ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു മെഡിറ്റേഷൻ മെത്തേഡ് കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു അഫർമേഷൻ ടെക്നിക്കാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കൂടാതെ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ, അതായത് നിങ്ങളുടെ പ്രണയബന്ധത്തിൽ എത്തരത്തിലുള്ള കാര്യങ്ങളാണ് നടക്കേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനും ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങൾക്ക് വേഗം റിസൾട്ട് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ റിസൾട്ടിൻ്റെ ഉത്തരവാദി നിങ്ങൾ മാത്രമാണ്. അത് വേറൊന്നും കൊണ്ടല്ല പറയുന്നത്. നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥമായി ഈ ഒരു മെത്തേഡിനെ വിശ്വസിക്കുന്നുവോ അത്രത്തോളം വേഗത്തിൽ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കും. അതുകൊണ്ട് മാക്സിമം ആശയക്കുഴപ്പങ്ങളിൽ നിന്ന് മനസ്സിനെ ഒഴിവാക്കുക. ആശയക്കുഴപ്പം എന്ന് ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, ആ ദിവസം ചെയ്തു റിസൾട്ട് ലഭിച്ചില്ലല്ലോ, രണ്ടാം ദിവസം ചെയ്തു റിസൾട്ട് ലഭിച്ചില്ലല്ലോ എന്നുള്ള ചിന്തകൾ ഒഴിവാക്കുക. നമ്മൾ പറഞ്ഞിരിക്കുന്ന ടൈം പീരീഡ് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക, പറഞ്ഞിരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്ത് തരത്തിലുള്ള ഡൗട്ടിനും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഈ ഒരു മെത്തേഡിനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു തരേണ്ടതുണ്ട്. അവർ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ ഇത് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ചിന്തിക്കാതെ കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്യുക. ഇതൊരിക്കലും നിങ്ങൾക്ക് ഭാരപ്പെടുത്തുന്ന കാര്യങ്ങളെ അല്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുമ്പോഴേക്ക്, ആ ഒരു മെത്തേഡ് ചെയ്യുമ്പോഴേക്ക് ഇത് എത്രമാത്രം സിമ്പിളാണെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാകും. ഇതൊന്നും നിങ്ങളെ ഈ മെത്തേഡിലേക്ക് ആകർഷിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളല്ല. നിങ്ങൾക്ക് പൂർണ്ണമായും റിസൾട്ട് ലഭിക്കും എന്ന ഉറച്ച വിശ്വാസം ഉണ്ടായതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കൂടാതെ തന്നെ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതിന് ആദ്യം തന്നെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് സൃഷ്ടിക്കേണ്ടത്. ശാന്തമായ അന്തരീക്ഷം എന്നുദ്ദേശിച്ചത് വേറൊന്നുമല്ല, നിങ്ങൾക്ക് സ്വസ്ഥമായി കുറച്ചു നേരം ഇരിക്കാൻ സാധിക്കുന്ന സ്ഥലം. അത് നിങ്ങളുടെ റൂമാവാം, നിങ്ങളുടെ ബെഡായിരിക്കാം, നിങ്ങളുടെ ടെറസായിരിക്കാം. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടപ്പെട്ട സ്പേസാണ്. ആ ഒരു സ്പേസിലിരിക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള ബാഹ്യമായ ശബ്ദങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിലേക്ക് എത്തിച്ചേരാനുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനായിട്ട് പാടില്ല. ഒരു സ്പേസ് കണ്ടെത്തിയതിന് ശേഷം നിങ്ങൾ അവിടെ ഒരു മാറ്റോ തുണിയോ വിരിക്കേണ്ടതാണ്. തുണി എന്ന് ഉദ്ദേശിച്ചത് ബെഡ്ഷീറ്റ് ആയാലും മതി, മാറ്റ് എന്ന് ഉദ്ദേശിച്ചത് യോഗയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ യോഗ മാറ്റ് പോലുള്ള മാറ്റുകൾ യൂസ് ചെയ്യാം. ശേഷം അതിൻ്റെ മുകളിലേക്ക് മുട്ടുമടക്കി തറയിലിരിക്കുന്ന പോസ്റ്ററാണ്, അതായത് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് തറയിലിരിക്കുന്ന പോസ്റ്റർ, ആ ഒരു പോസ്റ്ററിൽ ഇരിക്കുക. അതിനുശേഷം നിങ്ങളുടെ കൈപ്പത്തികൾ മലർത്തി തുറന്ന് കാൽമുട്ടുകളുടെ മുകളിലേക്ക് വെക്കുക. നടു നിവർന്ന് തന്നെയാണ് ഇരിക്കേണ്ടത്, തല നേരെ തന്നെ വെക്കുക. ഇപ്പോൾ കാലിന് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ, മുട്ടുവേദന പോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ ഇരിക്കരുത്. നിങ്ങൾക്ക് പരിഹാരമുണ്ട്, നിങ്ങൾക്ക് കസേര ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ കാൽ തറയിൽ തൊടുന്ന ഭാഗത്തായിട്ട് ഈ ഒരു തുണിയോ മാറ്റോ വിരിച്ചിടുക. ഇത്തരത്തിലിരിക്കുമ്പോൾ കാൽപാദങ്ങൾ ക്രോസ് ചെയ്താണ് വെക്കേണ്ടത്. പുരുഷന്മാരാണെങ്കിൽ ഇടതുകാൽ മുകളിൽ വരുന്ന രീതിയിൽ ക്രോസ് ചെയ്യുക, സ്ത്രീകളാണെങ്കിൽ വലതുകാൽ മുകളിൽ വരുന്ന രീതിയിലാണ് ക്രോസ് ചെയ്യേണ്ടത്. അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലെ കൈപ്പത്തി മലർത്തി തുറന്ന് കാൽമുട്ടുകളുടെ മുകളിൽ വെക്കുക, തല നേരെ തന്നെ വെക്കുക, നടു നിവർന്നിരിക്കുക. അതിനുശേഷം നിങ്ങളുടെ കണ്ണുകളെ ശാന്തമായി അടയ്ക്കുകയാണ് ചെയ്യേണ്ടത്. കണ്ണുകൾ അടച്ചതിന് ശേഷം നിങ്ങളുടെ ശ്വാസത്തെ നിങ്ങൾ നിരീക്ഷിക്കാൻ പോവുകയാണ്. ശ്വാസം നിരീക്ഷിക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് എത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസത്തെ നിരീക്ഷിക്കാൻ സാധിക്കുമെന്നാണ്. അത്തരത്തിൽ നിരീക്ഷിക്കുന്ന സമയത്ത് നിങ്ങളുടെ മൂക്കിനറ്റത്തായിട്ട് നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൊണ്ടെത്തിക്കുക. അതിനുവേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. ശാന്തമായി കണ്ണടച്ചിട്ട് മൂക്കിനറ്റത്തായിട്ട് ശ്വാസം കയറുന്നതും ഇറങ്ങിപ്പോകുന്ന ഭാഗത്തായിട്ട് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക. അത് നിങ്ങൾക്ക് കഴിയുന്ന കാര്യമാണ്. അതിനുശേഷം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇൻഹേൽ ചെയ്ത് ശ്വാസം ഉള്ളിലേക്ക് എടുത്തു, എക്സേൽ ചെയ്ത് ശ്വാസം പുറത്തേക്ക് വിട്ടു. അതിനുശേഷം മനസ്സിൽ 1 എന്ന് കൗണ്ട് ചെയ്യുക. അത്തരത്തിൽ 50 മുതൽ 75 വരെ കൗണ്ട് ചെയ്യേണ്ടതുണ്ട്. കൗണ്ട് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ചിന്തകൾ മനസ്സിൽ വരും. അതിലൊന്നും നിങ്ങൾ പാളിപ്പോകരുത്. ആ ഒരു ചിന്തകളെ നിങ്ങൾ റോഡിൽ നിന്ന് വണ്ടികൾ കാഴ്ചക്കാരായിട്ട് കാണുന്നത് പോലെ കാണുക, അല്ലാതെ ആ വണ്ടിയിൽ കയറി പോകാനായിട്ട് നോക്കരുത്. ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വേണം. ശേഷം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ കാര്യം എന്താണോ അത് മനസ്സിൽ ചിത്രീകരിക്കുക.
അത് കാര്യം സാധിച്ചതുപോലെ ചിത്രീകരിക്കുക. നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയിൽ നിന്ന് ഒരു സമ്മാനം ലഭിക്കണമെന്നാണ് ആവശ്യം. ആ ഒരു ആവശ്യം നിങ്ങൾ മനസ്സിൽ ചിത്രീകരിക്കുക. നിങ്ങളൊരു സ്ഥലത്തെത്തി, സർപ്രൈസായിട്ട് ആ ഒരു സമ്മാനം പൊതി കിട്ടി. ആ പൊതി തുറന്ന് നോക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ട കാര്യം തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. അത്തരത്തിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ചിന്തിക്കുക. അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സും മനസ്സിൽ വരാൻ പാടില്ല. അതിനുശേഷം ഈ ഒരു അഫർമേഷൻ പറയുക: താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, ഐ ലവ് മൈ എക്സ്. എക്സ് എന്ന് പറഞ്ഞ ഭാഗത്ത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ പേര് ചേർത്ത് പറയേണ്ടതാണ്. അതിനുശേഷം വീണ്ടും നിങ്ങളുടെ ശ്വാസത്തെ നിരീക്ഷിക്കുകയാണ്. ശ്വാസം നിരീക്ഷിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പല ചിന്തകൾ വരും, അതിൻ്റെ പുറകെ പോകരുത്. 75 മുതൽ 100 വരെയാണ് ശ്വാസം നിരീക്ഷിക്കേണ്ടത്. ഈ ഒരു മെത്തേഡ് 17 ദിവസം ചെയ്യേണ്ട മെത്തേഡാണ്. ഓൾ ദ ബെസ്റ്റ്.